ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഫ്രാൻസിസ് ഫോർഡ് കോപ്പള ഡയറക്ട് ചെയ്ത സയൻസ് ഫിക്ഷൻ എപ്പിക് സിനിമയായ മെഗലോപോളിസ് ആണ്. വേൾഡ് സിനിമയിലെ തന്നെ 3 മൈൽ സ്റ്റോൺ സിനിമകൾ ഡയറക്ട് ചെയ്ത ആളാണ് ഫ്രാൻസിസ് ഫോർഡ് കോപ്പള. അപ്പോക്കലിപ്സ് നൗ, ഗോഡ്ഫാദർ 2. അതുകൊണ്ട് തന്നെ പുള്ളിയെക്കുറിച്ചൊരു ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ല. 1980s മുതൽ തന്നെ തൻ്റെ ഒരു പാഷൻ പ്രോജക്റ്റായി മനസ്സിൽ കണ്ടിരുന്നൊരു വർക്കായിരുന്നു മെഗലോപോളിസ്. പക്ഷേ പല കാരണങ്ങളുണ്ട് അത് നടക്കാതെ പോയി. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് അത് ബിഗ് സ്ക്രീനിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. മെഗലോപോളിസ് ഒരു എപ്പിക് സയൻസ് ഫിക്ഷൻ സിനിമ എന്ന് പറയാൻ കാരണം ഈ സിനിമ സെറ്റ് ചെയ്തിരിക്കുന്ന യൂണിവേഴ്സിൻ്റെ ആ ഒരു പ്രത്യേകത കൊണ്ടാണ്. ഈ സിനിമയുടെ ട്രെയിലറോ അല്ലെങ്കിൽ ക്ലിപ്പുകളോ കണ്ടാൽ പെട്ടെന്നൊരു ഐഡിയ നമുക്ക് കിട്ടില്ല എന്താണ് ഈ ഫിലിം ഉദ്ദേശിക്കുന്നതെന്ന്. ഒരിക്കലും അവസാനിച്ച റോമൻ എംപയർ ഒരു ആൾട്ടർനേറ്റ് റിയാലിറ്റിയിൽ ഈ 21ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയിരിക്കും, അതാണ് ഈ സിനിമയിൽ പറയാൻ ശ്രമിക്കുന്നത്. അതായത് ന്യൂയോർക്കിന് പകരം ന്യൂ റോം. പഴയ ഒരു റോമൻ എംപയറിന്റെ രീതികളും ലൈഫ് സ്റ്റൈലും ഫാഷനും ഒക്കെ പുതിയ കാലത്തിലെ ഈ പുതിയ സൊസൈറ്റിയുമായി ഒരുമിച്ച് കൊണ്ടുപോകുന്നു. ഈ ആൾട്ടർനേറ്റ് റിയാലിറ്റിയിൽ ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ ചേർക്കുന്ന കഥകൾ മുൻപും വന്നിട്ടുണ്ട്. ഇപ്പോൾ മാൻ ഫ്രം ഹൈ കാസിൽ എന്നൊരു സീരീസ് ഉണ്ട്. വേൾഡ് വാർ 2 ആക്സിസ് പവേഴ്സ് ആയിരുന്ന നാസീസും ജാപ്പനീസും ഒക്കെ അമേരിക്കയെ കീഴടക്കിയിരുന്നെങ്കിൽ എങ്ങനെ ഇരുന്നേനെ എന്ന് പറയുന്നൊരു സീരീസാണത്. അതുപോലെ ഇവിടെ പഴയ റോമൻ എംപയർ ഇപ്പോഴും നിലനിൽക്കുന്നു. ആൾക്കാരുടെ വേഷവും ലൈഫ് സ്റ്റൈലും എന്റർടൈൻമെന്റും ഒക്കെ അത്തരത്തിലുമാണ്. ആഡം ഡ്രൈവർ, ഓബ്രെ പ്ലാസ, ഷൈ ലബഫ്, നാറ്റലി എമ്മാനുവൽ, ജിയൻ കാർലോ എസ്പെസിറ്റോ, ലോറൻസ് ഫിഷ്ബോൺ, അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് തന്നെയുണ്ട് ഈ സിനിമയിൽ. ആഡം ഡ്രൈവർ അഭിനയിക്കുന്ന സീസർ കാറ്റലിന എന്ന ക്യാരക്ടറാണ് പ്രൊട്ടാഗണിസ്റ്റ്. ന്യൂ റോം എന്നറിയപ്പെടുന്ന ഈ സിറ്റിയിലെ ഒരു പെർഫെക്റ്റ് യൂട്ടോപ്യൻ സിറ്റിയായി ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വിഷണറി ആർക്കിടെക്റ്റാണ് അയാൾ. അയാൾക്ക് പക്ഷേ നേരിടേണ്ടി വരുന്നത് സിറ്റിയിലെ അഴിമതിക്കാരനായ മേയറായ ഫ്രാങ്ക്ലിൻ സിസറോ എന്ന ആളോടാണ്. സിസറോയെ വരുന്നത് ജിയൻ കാർലോ എസ്പെസിറ്റോയാണ്. ഹിസ്റ്ററിയിൽ തന്നെയുള്ള ഈ പഴയ റോമൻ എംപയർ ഒരു റിപ്പബ്ലിക്കിലേക്ക് മാറിയപ്പോഴുള്ള ആ ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ ആ ഒരു കോൺഫ്ലിക്റ്റ് തന്നെയാണ് ഇവിടെ സിംബോളിക്കായി കാണിക്കുന്നത്. അതുകൂടാതെ സീസർ കാറ്റലീന എന്ന ആർക്കിടെക്റ്റ് അയാളുടെ പേഴ്സണൽ ലൈഫിൽ നേരിടേണ്ടി വരുന്ന ട്രാജഡികളും അയാളുടെ ഇന്നർ കോൺഫ്ലിക്ട്സും ഇവിടെ ഒരു സപ്ലോട്ടായി വരുന്നുണ്ട്. വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ടായിട്ടും ഗംഭീര ഐഡിയ കയ്യിലുണ്ടായിട്ടും അതിൻ്റെ ഒരു എക്സിക്യൂഷനിൽ പാളിപ്പോയൊരു സിനിമയാണ് മെഗലോപോളിസ് എന്ന് പറയേണ്ടി വരും. സിനിമ വളരെ ഇൻകോഹറൻ്റ് ആയിട്ട് പലപ്പോഴും ഫീൽ ചെയ്യും. അല്ലെങ്കിൽ ഒരു സീൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് പ്രോപ്പറായി ഒരു അവസാനമില്ല എന്ന് പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യും. ആർട്ട് ഡിസൈൻ, കോസ്റ്റ്യൂം, ലൈറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയുള്ള ഏരിയയിൽ സിനിമ മികച്ചതാണെങ്കിലും സ്ക്രിപ്റ്റിലും എഡിറ്റിംഗിലും ആ ഒരു പോരായ്മ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സിനിമയ്ക്ക് കമ്മിറ്റ് ചെയ്ത ഒട്ടുമിക്ക നടന്മാരും കോപ്പളോടുള്ള ആ ഒരു റെസ്പെക്റ്റ് കൊണ്ടാകാം സിനിമയ്ക്ക് കമ്മിറ്റ് ചെയ്തത്. പക്ഷേ സിനിമ കണ്ടാലറിയാം ആക്ടേഴ്സ് അവർ എത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇവിടെ അവർക്ക് കിട്ടിയ ആ ഒരു ലിമിറ്റഡ് ഐഡിയ വെച്ച് പെർഫോം ചെയ്യാനെന്ന്. കാരണം കോപ്പള ഷൂട്ടിങ്ങിനിടയിൽ നടന്മാരോട് സ്പോട്ടിൽ വെച്ച് ഇംപ്രൊവൈസ് ചെയ്യാനും സ്വന്തമായിട്ട് ഡയലോഗ്സ് ഉൾപ്പെടുത്താനും പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു പോരായ്മ നന്നായിട്ട് നമുക്കിവിടെ അറിയാൻ കഴിയും. പുതിയ റോമിലെ പുതിയ കൊളോസിയത്തിൽ വെച്ചുള്ള ഒരു സർക്കസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ കുറെ അധികം നേരം ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. മനഃപൂർവ്വം ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും ഫ്രെയിമിൽ പടത്തിന്റെ ആ ഒരു ഗ്രാൻഡ് സ്കെയിൽ കാണിക്കാൻ വേണ്ടി എടുത്തതുപോലെയായിരുന്നു പലപ്പോഴും അത്തരം സീൻസ് ഫീൽ ചെയ്തത്. ഇതുപോലെ വലിയ ക്യാൻവാസിൽ വലിയ കൺഫ്യൂഷൻസ് ഉണ്ടാക്കി പടത്തിന്റെ ഒരു സ്കെയിൽ വലുതാക്കാൻ നോക്കി കയ്യിൽ നിന്ന് പോയൊരു സിനിമയായിരുന്നു 1930s ഹോളിവുഡിന്റെ കഥ പറഞ്ഞ ബാബിലോൺ. സോ ഈ ഫിലിം കണ്ടോണ്ടിരുന്നപ്പോൾ അതുമായിട്ട് ഭയങ്കര സിമിലാരിറ്റി ഫീൽ ചെയ്തു. ഏകദേശം 120 മില്യൺ ബഡ്ജറ്റ് വന്ന സിനിമയാണ് മെഗലോപോളിസ്. പക്ഷേ പലയിടത്തും VFX ഒരു സീരിയലിന്റെ VFXന്റെ നിലവാരത്തിലേക്ക് പോകുന്നുണ്ട്. മറ്റു പലയിടത്തും അത് ഗംഭീരമായിട്ട് ഫീൽ ചെയ്യുന്നുമുണ്ട്. ആദ്യത്തെ 1 മണിക്കൂർ ആകുമ്പോഴേക്കും നമ്മൾ കണ്ട് എക്സോസ്റ്റഡ് ആകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ കണ്ടോണ്ടിരിക്കുമ്പോൾ ഈ ഒരു യൂണിവേഴ്സിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഫിലിം വർക്കാവും. സിനിമയുടെ പോസിറ്റീവ്സിലേക്ക് വന്നാൽ ഈ സിനിമയുടെ ഐഡിയ പേപ്പറിൽ ഗംഭീരമാണെന്ന് പറയേണ്ടി വരും. സത്യത്തിൽ ഈ ഒരു ഐഡിയ സിനിമയായിട്ടല്ല ഒരു സീരീസ് ആയിട്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സ്കോപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഫസ്റ്റ് ഹാഫിലെ ഈ ഒരു സെറ്റപ്പിനേക്കാൾ കൂടുതൽ നന്നായിട്ട് തോന്നിയത് സെക്കൻഡ് ഹാഫിലെ ക്യാരക്ടേഴ്സിന്റെ മോട്ടിവേഷനും അവരുടെ ഇന്നർ കോൺഫ്ലിക്ട്സ് ഒക്കെ കാണിക്കുമ്പോഴാണ്. സോ എനിക്ക് പേഴ്സണലി സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിനേക്കാൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. ഒരു പെർഫെക്റ്റ് യൂട്ടോപ്യൻ സിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ആർക്കിടെക്റ്റിനെ ഒരു പെർഫെക്റ്റ് സിനിമ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഫ്രാൻസിസ് ഫോർഡ് കോപ്പളയായിട്ട് ഒരു കമ്പാരിസൺ നമുക്കിവിടെ ഫീൽ ചെയ്യും. ഒരു മികച്ച ഐഡിയ തന്നെയാണ് മെഗലോപോളിസ്. അത് ഇതിന്റെ ഫിലോസഫിക്കൽ ആംഗിൾ എടുത്താൽ നമുക്കത് പല ഡയലോഗ്സിലൂടെയും അറിയാൻ കഴിയും. പക്ഷേ കംപ്ലീറ്റായി ഇതിന്റെ സ്ക്രിപ്റ്റ് എടുത്താൽ അത് ഒരു ഫെയിലിയർ ആകുന്നുമുണ്ട്. അത് പേപ്പറിൽ നിന്ന് ഫിലിമിലേക്ക് എത്തുമ്പോൾ നല്ല രീതിയിൽ ഓഡിയൻസിലേക്ക് കൺവേ ആകുന്നുണ്ടോ എന്നൊരു സംശയമാണ്. കാരണം കോപ്പള തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. എന്നിരുന്നാലും സിനിമ റിലീസ് ചെയ്തപ്പോൾ മുതൽ ഭയങ്കരമായിട്ട് നെഗറ്റീവ് റിവ്യൂസ് കേട്ടൊരു സിനിമയായിരുന്നു. അത്രയൊന്നും നെഗറ്റീവ് റിവ്യൂസ് ഈ ഫിലിം അർഹിക്കുന്നില്ല എന്ന് തോന്നി. ഫ്രാൻസിസ് ഫോർഡ് കോപ്പളയുടെ സിനിമകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഫിലിമോഗ്രാഫി ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു തവണ ഡെഫിനറ്റ്ലി കണ്ടു നോക്കാം. സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് മെഗലോപോളിസ്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലിലെ മറ്റ് വീഡിയോസ് കണ്ടു നോക്കുക. കണ്ടന്റ് കൊള്ളാൻ തോന്നുന്നെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.